ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനം. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച് ദൈവീക നൽവരങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് വളരാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് ഒത്തിരി വിഷമങ്ങളും വേദനകൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും വിമർശിക്കപ്പെടുന്നു, ദൈവീക പദ്ധതിയെ തന്നെ എതിർത്ത് പറയാറുണ്ട്. ദൈവം പറയുകയാണ്, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 23-ാമത്തെ വാക്യം പറയുകയാണ്, എൻ്റെ ശബ്ദം കേട്ട് അനുസരിപ്പിൻ, നിങ്ങൾക്ക് ഞാൻ ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും, നിങ്ങൾക്ക് ശുഭം വരുവാൻ വേണ്ടി ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന സർവ്വ വഴിയിലും നടപ്പിൻ എന്നത്രേ. അപ്പം നമുക്കെല്ലാം ശുഭമായി മാറണമെങ്കിൽ, നമുക്കെല്ലാം നല്ലതായി പോസിറ്റീവായിട്ട് മാറണം, എതിർപ്പുകളുണ്ടാകാതെ തടസ്സങ്ങളുണ്ടാകാതെ സ്മൂത്തായി ഞാൻ റൺ ചെയ്യണമെങ്കിൽ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ ജനമായിരിക്കാൻ വേണ്ടി ഞാനിതാ നിങ്ങൾക്ക് എല്ലാം ഈസി ആയിരിക്കാൻ ഒരു കാര്യം പറയുകയാണ്. എന്ത് ചെയ്യണം? നിങ്ങളോട് കൽപ്പിക്കുന്ന സർവ്വ വഴിയിലും നടപ്പിൻ. അത്രേ ഉള്ളൂ. ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന എല്ലാ വഴികളിലൂടെ നീ നടക്കാൻ തുടങ്ങുമ്പോൾ നിനക്കെല്ലാം പോസിറ്റീവായിട്ട് മാറും. കുറച്ച് നമ്മളൊക്കെ കുറച്ച് ഞാൻ പറ്റത്തില്ല ഒക്കെ ചിന്തിച്ചാൽ ചില തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് നീ തിരിച്ചറിയുക, ഈ പ്രഭാതത്തിൽ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടന്ന് സ്മൂത്തായി എനിക്ക് പോകണമെങ്കിൽ ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കാൻ എല്ലാ വഴികളും പാലിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധ്യമാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.